കൊച്ചേട്ടന്റെ കത്ത്. അമ്മ പൂക്കൾ അടർന്നപ്പോൾ മകന്റെ ദുർഗന്ധം. സ്നേഹമുള്ള DCAL കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിയ ഒരു വീഡിയോ കാണുവാൻ ഇടയായി. ഒരു വലിയ വീട് കോടികൾ മുടക്കി പണിതതാണ് എന്ന് കണ്ടാൽ മനസ്സിലാകും. വീടിനകത്തും പുറത്തും നിറയെ പോലീസുകാരും നാട്ടുകാരും. അകത്തു കയറിയിട്ട് പുറത്തിറങ്ങുന്ന എല്ലാവരും തൂവാല കൊണ്ട് മൂക്കും വായും പൊത്തി പിടിച്ച് പുറത്തേക്ക് ഓടി വരുന്നു. ചിലർ ഛർദിക്കുന്നു. ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ഈ വീട്. എന്നാണ് സംഭവം എന്ന് അറിയാമോ? ആ വീട്ടിൽ ഒരു ദാരുണ സംഭവം നടന്നു. വീട്ടിൽ നിന്ന് കനത്ത ദുർഗന്ധം പടർന്നപ്പോൾ നാട്ടുകാരാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്. പോലീസ് വന്ന് നോക്കുമ്പോൾ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച, അച്ഛനും അമ്മയും മരിച്ച് അഴുകി കിടക്കുന്നു. അച്ഛൻ മരിച്ചിട്ട് 30 ദിവസവും അമ്മ മരിച്ചിട്ട് 20 ദിവസവും ആയത്രേ. കൂട്ടുകാരെ, ഈ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകനേ ഉള്ളൂ. അയാൾ അമേരിക്കയിലാണത്രേ. വാർഷിക വരുമാനം 1 കോടിയോളം വരും എന്നാണ് കേട്ടത്. എന്നാലും 2 ജീവിതങ്ങൾ സമ്പൂർണമായി സമർപ്പിച്ച് വളർത്തിയ പൊന്നാര മകൻ മരണനേരത്ത് പുതയ്ക്കാൻ ആ മാതാപിതാക്കൾക്ക് 1 കൊടിമുണ്ട് പോലും കൊടുത്തില്ല. സ്വന്തം കാര്യം സെറ്റായി കഴിഞ്ഞപ്പോൾ അവൻ സ്വന്തം മാതാപിതാക്കളെ മറന്നുപോയി. വാർദ്ധക്യം ബാധിച്ച രോഗം വന്ന അവശരായി സഹായത്തിന് ഒറ്റയ്ക്കിരുന്ന് നിലവിളിച്ച ആ മാതാപിതാക്കളുടെ അവസ്ഥ കൂട്ടുകാരെ നിങ്ങളുടെ ചിന്തയ്ക്ക് വിഷയമാകണം. ഏക മകൻ പിറന്ന വീണ നിമിഷം മുതൽ അമ്മിഞ്ഞ പാലും അച്ഛനെ നെഞ്ചിന് ചൂടും വാസന സോപ്പുകളും സുഗന്ധ ചാമരവും തേച്ചു കുളിപ്പിച്ച് വാസന തേനും ചക്കരമ്മകളും നൽകി വളർത്തിയ ഓർമ്മകൾ അവരുടെ മിഴികളിൽ നയിച്ചിട്ടുണ്ടാകും. വീട് ഇൻഡോറിലാണെങ്കിലും മകന്റെ ഹൃദയത്തിന്റെ ഔട്ട്ഡോറിൽ ആയിരുന്നു ആ അച്ഛനും അമ്മയും. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ശരീരം വീട്ടിൽ കിടന്ന് അഴുകിപ്പോൾ നാട്ടു മുഴുവൻ നിറഞ്ഞത് ആ മകന്റെ മനസ്സിന്റെ ദുർഗന്ധമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നത്. എന്തായിരിക്കും അവസാനം വരെ അവർ ഓർത്തത്? എന്തായിരിക്കും ആ അച്ഛന്റെ അവസാനത്തെ വാക്കുകൾ? മരിച്ചു കിടക്കുന്ന ആ പാവം അച്ഛന്റെ ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് മകനെ വിളിച്ച് കരഞ്ഞ് കരഞ്ഞ് മരിച്ചു വീഴുന്ന ഒരമ്മ. ഇതെല്ലാം ഇന്ത്യയിൽ സംഭവിച്ച കാര്യമാണ് കൂട്ടുകാരെ. നാട്ടുകാരും പോലീസ് വന്നപ്പോൾ 2 പേരുടെയും ശരീരം പുഴുവരിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണുന്ന് പൊത്തി കരഞ്ഞു പോയത്രേ. കൊച്ചേട്ടന്റെ കത്ത് വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വായന അവസാനിപ്പിച്ച് സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഒന്ന് നോക്കാമോ? ആ മുഖത്ത് സ്നേഹത്തോടെ ഒരു ചക്കര ഉമ്മ കൊടുക്കാമോ? ഞാൻ ഇവിടെ എല്ലാം പോയാലും, എത്ര വലിയ ആരായാലും തീർന്നാലും, എത്ര വലിയ കോടീശ്വരൻ ആയാലും, ഞാൻ എന്നെ ആക്കിയാലും എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ മുഖത്ത് നോക്കി പറയാമോ? പ്രിയ കൂട്ടുകാരെ, ഈ ഒരു കാലം ഉപഭോഗ സംസ്കാരത്തിൻ്റെ രാക്ഷസ വാഴ്ച കാലമാണ്. ഉപയോഗമില്ലാത്തതിന് ഉപേക്ഷിക്കാനുള്ള പ്രലോഭനത്തിന് അടിമപ്പെടുന്നവരുടെ കാലമാണ്. അതുകൊണ്ടാണ് പല വീട്ടിലും എത്ര സ്നേഹിച്ചു വളർത്തിയ മക്കൾ ആണെങ്കിലും മക്കൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഉപയോഗമില്ല എന്ന് തോന്നുന്നത്. നല്ല മക്കൾ മാതാപിതാക്കളെ മറക്കില്ല. എത്ര അസൗകര്യം ഉണ്ടായാലും, എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും മാതാപിതാക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ബോധ്യവും നല്ല മക്കളുടെ സമ്പാദ്യമാണ്. അത്തരത്തിലുള്ള സമ്പന്നരാകാൻ കൂട്ടുകാർക്ക് കഴിയുമ്പോൾ മാതാപിതാക്കളുടെ നന്മയുടെയും മക്കളുടെ സ്നേഹത്തിൻ്റെയും സുഗന്ധം കൊണ്ട് വീടും നാടും നിറയും. അങ്ങനെ നിങ്ങളുടെ വീട്ടിലും
നാട്ടിലും സ്നേഹസുഗന്ധം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. സ്വന്തം കൊച്ചേട്ടൻ.